നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഈ മനുഷ്യൻ തീരുമാനമെടുത്തു, ഞാൻ ഇന്ന് ആർക്കെങ്കിലും സദഖ കൊടുക്കും. അങ്ങനെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ മനുഷ്യൻ ഇങ്ങനെ സദഖയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഈ മനുഷ്യന് സദഖയുമായിട്ട് ഇറങ്ങാം. ഇങ്ങോട്ട് നമുക്ക് ഇത് കേൾക്കേണ്ട ഒരു ചരിത്രമാണ്, പഠിക്കണം. നമ്മുടെയൊക്കെ കൊടുപ്പും ഈ കൊടുക്കണ സദഖയും തമ്മിലുള്ള വ്യത്യാസം. ആ മനുഷ്യൻ രാവിലെ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നൊരു സദഖ കൊടുക്കും. അങ്ങനെ രാത്രിയായി സദഖയുടെ എല്ലാം എടുത്തു വെച്ചു. അങ്ങനെ മണ്ണങ്ങനെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പണ്ടൊരു സദഖയുടെ കഥ പറയുന്നുണ്ട്. ഒരു വാപ്പ സദഖ, പണ്ടൊക്കെ പള്ളികളിൽ ഈ ആൾക്കാർ വന്ന് കിടക്കാറുണ്ട്. പള്ളിയിലൊക്കെ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെ, സഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ പള്ളികളിൽ ആൾക്കാർ കിടക്കാറുണ്ട്. അപ്പൊ ഈ ആൾക്കാർ സദഖ കൊണ്ടുവന്നിട്ട് ഇവർ കിടക്കുന്നതിന്റെ തലയുടെ അടിയിൽ വെച്ചിട്ട് പോകും. കാരണം എന്തേ? വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നാ, അതിന് പ്രതിഫലം കൂടുതലുണ്ടെന്നാ. അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ തലകണയുടെ അടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കിഴി കൊണ്ടുവന്ന്, പൈസയുടെ കിഴി കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. പടച്ചോനെ, ഇപ്പൊ എന്ന് ചരിത്രം പറയുക, ഒരു വാപ്പ മകന്റെ സ്വന്തം വാപ്പ തന്നെ സദഖ കൊണ്ട് വെച്ചത് മകനായിപ്പോയി. അപ്പൊ ചരിത്രം പറയുകയാണ്, അന്നത്തെ കാലഘട്ടങ്ങളിൽ സുബഹിക്കൊക്കെ രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേക്കുന്ന മനുഷ്യൻ തലയുടെ അടിയിൽ നോക്കും അത്ര ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടത്തെ കാലത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തലയുടെ ഭാഗത്ത് ആരെങ്കിലും പൈസ കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് അവര് നോക്കും. ഇപ്പൊ എങ്ങനെയാ നോക്കുന്നതെന്നറിയോ? വെച്ചത് അവിടെ ഇരിപ്പോണ്ടോ എന്ന് നോക്കുക, ആരെങ്കിലും അടിച്ചോണ്ട് പോയി. ഇന്ന് പള്ളിക്കകത്ത് കിടക്കുന്നവൻ അള്ളാടെ വീടല്ലേ, വെച്ചാൽ സേഫ് ആകുമെന്ന് പറഞ്ഞിട്ട് വല്ല തലകാണിക്കടി വെച്ചിട്ട് കടന്നിറങ്ങിയ രാവിലെ അത് തപ്പുമ്പോൾ അത് കാണാറില്ല. പള്ളിയുടെ വെളി കിടക്കട്ടെ, ചെരുപ്പ് പോലും കിട്ടാറില്ല. അതാ കാലം മാറിയത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഈ മനുഷ്യൻ തീരുമാനിച്ചു, ഞാൻ സദഖ കൊടുക്കും. അങ്ങനെ വീട്ടിൽ വന്ന് തയ്യാറെടുപ്പുകളൊക്കെ നടത്തി എല്ലാവരും കിടന്നുറങ്ങി. ഈ സാധു ഇങ്ങനെ പടച്ചവനെ ഒരു കിഴിയുമായിട്ട് താൻ കരുതി വെച്ച സമ്പത്തുമായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മനുഷ്യന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അല്ലാഹുവേ പടച്ചവനെ, ആരുടെ കയ്യിലാണ് കൊണ്ടുകൊടുത്തേ? ഏറ്റവും വലിയ കള്ളന്റെ കയ്യിലാണ് കൊണ്ടുപോയി കൊടുത്തത്. മോഷണം നടത്തുന്ന ഒരു കള്ളന്റെ കയ്യിലാണ് അദ്ദേഹം കൊണ്ടത് വെച്ചത്. പ്രഭാതമായപ്പോൾ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഇന്നലെ രാത്രി പടച്ചവനെ കൊടുത്ത കൊണ്ടുപോയി കള്ളന്റെ കൈ കൊണ്ട് പൈസ കൊടുത്തിരിക്കുക. എല്ലാരും ഇങ്ങനെ പറയാൻ തുടങ്ങി. കള്ളന്റെ കയ്യിലാണ് പൈസ കൊണ്ടുപോയി കൊടുത്തത് എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്നു. ആ മനുഷ്യനല്ല അറിഞ്ഞപ്പോ കള്ളന്റെ കയ്യിലാണ് കൊടുത്തത് എന്നറിഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാ, ഞാൻ അള്ളാഹിനെ സ്തുതിക്കുന്നു. ആരോടൊന്നും വേണ്ടിയില്ല, പടച്ച റബ്ബിനെ സ്തുതിക്കുകയാണ്. രണ്ടാമത്തെ ദിവസവും ആ മനുഷ്യൻ ഒരു നിയ്യത്ത് ചെയ്തു, പടച്ചവനെ, ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിയും ഞാനൊരു സദഖ കൊടുക്കും. അങ്ങനെ തലേ ദിവസത്തെ പോലെ സമ്പത്തൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. രാത്രിയായി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു പെണ്ണിങ്ങനെ റോഡിലൂടെ വഴിയിലൂടെ നടന്നു പോകുന്നു. ആരും കാണാതെ പെട്ടെന്ന് കൊണ്ടുപോയി പെണ്ണിന്റെ കയ്യിലേക്ക് ഒരു സദഖ കൊടുത്തു. എന്നിട്ട് ഓടുകയാണ്. ആരുടെ കയ്യിലാണ് കൊണ്ട് കൊടുത്തത്? ആ നാട്ടിലെ ഏറ്റവും വ്യഭിചാരിയായ ഒരു പെണ്ണിന്റെ കയ്യിൽ, ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ കയ്യിലാണ് ഈ സമ്പാദ്യം കൊണ്ട് കൊടുത്തത്. രാവിലെ ആയപ്പോൾ നാട്ടുകാർ മുഴുവനും അറിഞ്ഞു, കളിയാക്കാൻ തുടങ്ങി. ഈ മനുഷ്യനെ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ. അപ്പോഴും അല്ലാഹുവിനെ സ്തുതിച്ചു. അദ്ദേഹം മൂന്നാമത്തെ ദിവസവും തീരുമാനമെടുത്തു, ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി ഞാനൊരു സദഖ കൊടുക്കും. അങ്ങനെ തീരുമാനമെടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രിയായി സമ്പാദ്യവുമായി ഇറങ്ങി. താൻ കരുതി വെച്ച സമ്പാദ്യവുമായിട്ട് ഇറങ്ങി കൊണ്ടുപോയി കൊടുത്തത് ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ കയ്യിലാണ്. ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ കയ്യിലാണ് സമ്പാദ്യം കൊണ്ട് കൊടുത്തത്. പടച്ചവന് രാവിലെയായപ്പോ ചർച്ചയായി. സദഖ കൊണ്ട് കൊടുത്തത് ആ നാട്ടിലെ ഏറ്റവും വലിയ പിശുക്കന്റെ കയ്യിലാണ് കൊണ്ട് കൊടുത്തത്. ഏറ്റവും വലിയ സമ്പത്തുണ്ട്, അവൻ ഏറ്റവും വലിയ പിശുക്കനുവാ, ഇവന്റെ കയ്യിലാണ് കൊണ്ട് കൊടുത്തത് എന്ന് എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴും ആ മനുഷ്യൻ അപ്പോഴും പറഞ്ഞു, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനൊരു കുറ്റബോധമുണ്ടായില്ല. ആ മനുഷ്യനപടം അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ആ മനുഷ്യനപടം പടച്ച റബ്ബിനെ സ്തുതിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം അവിടം പറഞ്ഞു തരികയാ. ആ കള്ളനായ മനുഷ്യൻ അവിടം ചിന്തിച്ചു, അല്ലാ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണല്ലോ ഞാൻ മോഷ്ടിക്കാൻ പോകുന്നത്. ഞാൻ കള്ളത്തരം കാണിക്കുന്നത് പടച്ചവനെ ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ. എന്തിനാ അല്ലാ എന്റെ കയ്യിൽ ഇങ്ങോട്ട് കൊണ്ടു തന്നല്ലോ. ഈ പാവപ്പെട്ടവനായ മോഷണം നടത്തുന്നവനായ എന്റെ കയ്യിലേക്ക് അതാ ഒരു മനുഷ്യനെ സമ്പത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നല്ലോ. അൽഹംദുലില്ലാ.
ഒരു റബ്ബുണ്ടല്ലോ, ഇനി എന്തിനാ ഞാൻ മോഷണം നടത്തുന്നത്? പടച്ചവനെ, ആ മനുഷ്യനപടന്ന് വിശ്വാസിയായി മാറുകയാണ്. ആ പാതിരാത്രി തന്റെ കയ്യിലേക്ക് സമ്പത്ത് കൊണ്ടു കൊടുത്തപ്പോ, ഇതിനു വേണ്ടിയാണ് ഞാൻ വീട് തുറന്നുകൊണ്ട് കയറുന്നത്, അനുവാദമില്ലാതെ പതാ പിടിച്ചു പറിക്കുന്നതിന് വേണ്ടി പോകുന്നത്, ഇത് ശരിയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കള്ളനായ മനുഷ്യന് ആ സദക്ക തന്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്ത നന്മ കണ്ടിട്ട് ആ മനുഷ്യനതാ പടച്ച റബ്ബേ മോഷണമൊക്കെ നിർത്തുകയാണ്. അവിടുന്ന് നന്നാവുകയാണ്, അവിടുന്ന് നല്ല മനുഷ്യനാവുകയാണ്. ഹറാമുകൾ വലിച്ചെറിഞ്ഞു, ഹലാല് ഭക്ഷിക്കാൻ തുടങ്ങുകയാണ്. മുത്തുനബി പറയുന്ന 2 വ്യഭിചാരിയായ പെണ്ണ് ചിന്തിക്കുന്നു, അല്ലാഹ് ശരീരം വിറ്റിട്ട് ജീവിക്കുന്നത് എന്തിനാ അല്ലാഹ്? ഞാൻ ജീവിക്കാനല്ലേ ഈ പണി ചെയ്യുന്നത്? എന്റെ കയ്യിലേക്ക് സമ്പത്ത് കൊണ്ടുവച്ചല്ലോ അല്ലാഹുവേ, ആ പടച്ച റബ്ബിന് ഉണ്ടെങ്കിൽ ആൾ എന്തിനാ ഭയപ്പെടുന്നത്? അവിടുന്ന് വൃത്തികെട്ട സ്വഭാവങ്ങൾ മുഴുവനും മാറ്റുകയാണ്. അവിടുന്ന് മോശമായ സ്വഭാവം മാറ്റി ആ പെണ്ണും നന്നാവുകയാണ്. മൂന്നാമത് പടച്ചവനെ ഒരുപാട് സമ്പത്തുള്ള, ഒരുപാട് സമ്പത്ത് പടച്ച റബ്ബ് കൊടുത്ത ഏറ്റവും പിശുക്കനായ മനുഷ്യൻ ചിന്തിക്കുന്നു, അല്ലാഹ് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഈ നാട്ടിലെ ഏതോ പാവപ്പെട്ടവന് എന്നെ പോലെ സമ്പന്നനല്ല, പോലെ സമ്പന്നനല്ല, ഏതോ ഒരു പാവപ്പെട്ടവന് പാതിരാത്രി മുഖം നോക്കാതെ ആളറിയാതെ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നല്ലോ. ഇത് അല്ലാഹു തന്നതല്ലേ, ഇങ്ങനെയല്ലേ കൊടുക്കേണ്ടത്? അവസാനമാ ധനികനായ ആ പിശുക്കനായ മനുഷ്യനുണ്ടല്ലോ, തന്റെ സമ്പത്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങുകയാണ്. 3 പേരും അവിടെ നിന്ന് നന്നായി, 3 പേരും അവിടെ നിന്ന് നന്നായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഉദ്ദേശത്തിന് അല്ലാഹു പ്രതിഫലം നൽകും, നിന്റെ നീയത്തിന് അല്ലാഹു പ്രതിഫലം നൽകും. അത് നീ ആരുടെ കയ്യിൽ വെച്ച് കൊടുത്താലും, കള്ളന്റെ കയ്യിലാണെങ്കിലും, വ്യഭിചാരിയുടെ കയ്യിലാണെങ്കിലും, ധനികന്റെ കയ്യിലാണെങ്കിലും, നിന്റെ നീയത്തിനനുസരിച്ച് അല്ലാഹു പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യൻ സമ്പാദ്യം കൊണ്ട് കൊടുത്തവർ 3 പേരും അർഹരാണോ? 1 ആ നാട്ടിലെ ഏറ്റവും വലിയ കള്ളൻ, 2 ഏറ്റവും വലിയ വ്യഭിചാരി, 3 നല്ല പണവുമുണ്ട്, അത് മാത്രമല്ല ഏറ്റവും വലിയ പിശുക്കൻ. എന്താണ് ഇത് മൂളണ? സലാത്ത് പറ, സല്ലല്ലാഹു അലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മനുഷ്യൻ സദക്ക കൊടുക്കാൻ തീരുമാനിച്ചു. ആ സദക്ക കൊടുത്തതിന്റെ പ്രതിഫലം ആ അല്ലാഹു ആ മനുഷ്യന് കൊടുത്തെന്ന് നബിയിന റസൂലുള്ളാഹി. കള്ളന്റെ കയ്യിൽ കൊടുത്തോ, അതല്ലെങ്കിൽ നീ പണക്കാരന്റെ കയ്യിൽ കൊടുത്തോ, അല്ലെങ്കിൽ വ്യഭിചാരിയുടെ കയ്യിൽ കൊടുത്തോ, നീ കൊടുത്തതിന്റെ പ്രതിഫലം നിനക്കുണ്ട്. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു, സദക്ക രഹസ്യമാക്കണം. അതാ മനസ്സിലാക്കേണ്ടത്. പരസ്യമല്ല, രഹസ്യമായി ചെയ്യുന്നതിന് വല്ലാത്ത പ്രതിഫലമുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഇൻ തുബ്തു സ്വദഖാതി ഫനിഅമ്മാഹി വഇൻ തുഖഫൂഹാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, പരസ്യമായിട്ടുള്ള സദഖയേക്കാൾ പടച്ചവനെ രഹസ്യമായ സദഖയ്ക്ക് വല്ലാത്ത പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് സൂക്ഷ്മതയ്ക്ക് വല്ലാത്ത കാര്യമാണ്. പരസ്യമായി ചെയ്യുന്നതിനേക്കാൾ രഹസ്യമായി ചെയ്യുന്ന സദഖയ്ക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.
പരസ്യമായി രഹസ്യമായിട്ട് മാത്രമല്ല സദക്ക ചെയ്യേണ്ടത്, ചില സമയങ്ങളിൽ പരസ്യമായിട്ട് തന്നെ ചെയ്യണം. ചില സമയങ്ങളിൽ പരസ്യമായിട്ട് ചെയ്യണം. ഇപ്പൊ ഞങ്ങളൊക്കെ വയലിന് പോകുന്ന സമയം പരസ്യമായിട്ട് വേണ്ടി ചോദിക്കാറുണ്ട്. കാരണം എന്തേ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരാൾ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാൾ അൽഹംദുലില്ലാഹ് ഇപ്പം നമ്മൾ ഇത്ര പേരിയ്ക്കുന്നു, ഒരാൾ എഴുന്നേറ്റിട്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ കയ്യിലുള്ള ഒരു സദക്ക തരാൻ അദ്ദേഹം തീരുമാനിച്ച് എഴുന്നേറ്റ് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാകാനൊരു കാരണമാണ്. സ്വാഭാവികമായി അദ്ദേഹം ഒരാളൊരു സദക്ക തരും, ആ മനുഷ്യന് ദുആ ചെയ്യുമ്പോൾ എനിക്കൂടെ കൊടുക്കണമെന്നുള്ളൊരു മനസ്സ് മറ്റുള്ളവർക്കുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അല്ലാതെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് തരൂ എന്നല്ല, നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പൊ രഹസ്യമായി ചെയ്യുന്ന സദക്കയ്ക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ നാം ഈ ചരിത്രത്തിലൂടെ പഠിക്കേണ്ടത് 2 ഗുണപാഠമാണ്. ഒന്ന്, നിന്റെ നീയത്ത്, നീ ചെയ്തിരിക്കുന്ന നീയത്തിന് നിനക്ക് പ്രതിഫലമുണ്ട്. 2, രഹസ്യമായിട്ടുള്ള സദക്കയ്ക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി